ഫൈനാൻസ് മരുമകൻ IPS. എന്താ നീ ഉടൻ ദിവാകരന്റെ ഗസ്റ്റ് ഹൗസിൽ എത്തണം. ഓ ഉടനെ എത്തിക്കോളാം. രഞ്ജി പണം എടുത്ത് ലോക്കറി വേ. ശരി. അല്ല, നിങ്ങൾ ബസ് ഓണേഴ്സും തൊഴിലാളിയും തമ്മിലൊരു പരസ്പര വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ ഈ സമരം ഒത്തീർപ്പാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എക്സ്ക്യൂസ് മീ. കളക്ടർ മരുമകൻ IAS. ഹലോ. ഞാൻ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. ശരി സാർ, നീ വേണ്ട. ഞാൻ വരാം. അപ്പൊ ഈ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾ പരസ്പരം ഒരു ധാരണയിൽ എത്തിയ ശേഷം എന്നെ അറിയിക്കൂ. ഓക്കെ? മുഖ്യനെ മാറ്റാൻ എന്റെ കൂടെ നിൽക്കാമെന്ന് വാക്ക് തന്നതാ തൊമ്മൻ ചാക്കോ. താൻ ആരോണം ഉന്നയിച്ചാൽ മതി, ഞാൻ പിന്തുണച്ചോളാമെന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പം മീറ്റിംഗിൽ മുഖ്യന് വേണ്ടി വാദിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ അവരാച്ചൻ ഒഴിഞ്ഞു പോയനെ. നായ നടന്നോണ്ട് ഒരു കാര്യമില്ല, നായ്ക്ക് ഇരിക്കാനോട്ട് നേരമില്ല എന്ന് മുഖ്യം പറയുന്ന ഞാൻ ഉദ്ദേശിച്ചത്. മേനോ സാറ് മുഖ്യമന്ത്രിയാവുമെന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. എല്ലാം കൈവിട്ട് പോയില്ലേ? ഇല്ല ജോസ്പേട്ട, കൈവിട്ടു പോയി എന്ന് കരുതിയ പലതും നമ്മൾ വെട്ടിപ്പിടിച്ചെടുത്തിട്ടുണ്ട്. ജോസ്പേട്ടന്റെ സ്വപ്നം ഫലിക്കും. അച്ഛൻ മുഖ്യമന്ത്രിയാകും. അത് മറ്റാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നവനാ ഞാൻ. കേട്ടോടാ ദിവാര, അണികൾ ഒരുപാട് പേര് പിന്നിലുണ്ടെങ്കിലും എന്റെ ശക്തി എന്ന് പറയുന്ന ഇവരാ എന്റെ മരുമക്കള്. ഈ IPSഉം ഈ IAS എന്റെ വാക്കനുസരിച്ച് ഇവര് നിന്നിട്ടുള്ളൂ. ഇവരോട് അഭിപ്രായം ചോദിച്ചിട്ടേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. അല്ലച്ചാ, ഈ CM രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അച്ഛന്റെ ഗ്രൂപ്പിന് പാർട്ടി വിട്ടു പോകുന്നു. ഈ പാർട്ടി വളർത്തുക എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, കൂടെ നിൽക്കുന്ന ഒറ്റ ഒരുത്തനെ വിശ്വസിക്കാൻ കൊള്ളില്ല. വളരെ ശരിയാണ്. ഈ നിൽക്കുന്ന ദിവാരൻ സാറ് ഒരു മന്ത്രിസ്ഥാനം കളഞ്ഞിട്ട് വരില്ല. വരുമോ? അല്ല അത് പിന്നെ അറിയാടോ, മുന്നീന്നും പിന്നീന്നും കുത്ത് പ്രതീക്ഷിച്ചിട്ട് തന്നെ കൂടെ കൊണ്ടു നടക്കുന്നു. ഞാൻ ഒഴിച്ച്